എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ്. ഇതിൻ്റെ മൂന്നാമത്തെ പ്രാവശ്യം ആക്ച്വലി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. സോ ഫീൽസ് നൈസ്. പോയത് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ മാത്രമാണോ എന്ന് ആൾക്കാർ പറയുന്നത്? അല്ല, ഞാൻ എന്നെ വിളിച്ചതുകൊണ്ട് ടാസ്കിന് വേണ്ടി പോയതാണ്. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യാൻ പോയതല്ല. എന്ന റോളിൽ വന്നിട്ട് മോളും ഷിയാസും ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ അവര് സീരിയസ് ആയിട്ട് എടുക്കത്തില്ലായിരിക്കും. അത് അങ്ങനെ കളയും, വലിയ പ്രശ്നമൊന്നുമില്ല. അല്ല, അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഡോളിൽ വലിയ ഡിഫറൻസ് മേക്ക് ചെയ്യണമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, വേറെ കുറെ കോണ്ടന്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആയിരിക്കാം അവർ പ്ലോട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഹോട്ടലിലെ ടാസ്കിലാണ് പോയതെങ്കിലും റിയാസും ലക്ഷ്മിയും ഒരുപാട് വാക്ക് തർക്കങ്ങൾ അതിനകത്ത് ഉണ്ടായി. ഞാൻ ലക്ഷ്മി മാത്രമല്ല, ഞാൻ പല ആൾക്കാരുമായിട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നാളത്തെ എപ്പിസോഡിൽ കാണും. ഞാൻ പെർട്ടിക്കുലർലി ഒരാൾക്ക് വേണ്ടിയിട്ടല്ല പോയത്. ഡിഫറൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, ടാസ്ക് ബേസ് ചെയ്ത് സംസാരിച്ചു, ടാസ്ക് ചെയ്യാൻ പോയി. ജസ്റ്റ് എൻജോയ്ഡ് ആൻഡ് കെയിം ബാക്ക്. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ അത് ലാലേട്ടനല്ല, ജനറലി കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. കുറച്ച് ചീപ്പായിട്ടുള്ള ആൾക്കാരും ചീപ്പായിട്ടുള്ള കോൺവെർസേഷൻസും ചീപ്പായിട്ടുള്ള കോണ്ടന്റും കൂടുതലാണ് ഈ സീസൺസിൽ. അതുകൊണ്ടാണ്. താങ്ക് യു. ഒരു ചോദ്യം, റിയാസിന്റെ ഗെയിമൊക്കെ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വീണ്ടും വീണ്ടും വന്നതെന്ന് പറഞ്ഞാൽ ഓഡിയൻസിന്റെ റെസ്പോൺസും അഖിൽമാരും അഭിഷേക് ശ്രീകുമാറും കമന്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ഇങ്ങനെയുള്ള പേരെടുത്താലും ഞാൻ സംസാരിക്കത്തില്ല. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. വളരെ നല്ല ഗെയിമാണ്. വളരെ ആക്റ്റീവായിട്ട് ആദിലയും നൂറേയും ഗെയിം കളിക്കുന്നുണ്ട്. സ്പെഷ്യൽ ആദില ഇസ് വെരി സ്മാർട്ട്. സോ ഐ റിയലി വിഷ് ആൻഡ് ദേ ഡിസേർവ് ഇറ്റ്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് വളരെ നന്നായിട്ട് കളിക്കുന്ന, വളരെ നന്നായിട്ടൊരു റിലേഷൻഷിപ്പിനെയും ലവിനെയും പോർട്രേ ചെയ്യുന്ന എ ഹോമോസെക്ഷൽ കപ്പിൾ. സോ ഐ തിങ്ക് ദേ ഡിസേർവ് ഇറ്റ്. സോ ഞാൻ അവരെ അഭിപ്രായം എന്താണെന്ന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. തെറപ്പിക്ക് പോയാലും ശരിയാവും. എന്തെങ്കിലും ട്രോമ ഉള്ളിൽ കിടക്കുന്നതായിരിക്കാം. അവർ 2018 കാലത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്തായിരിക്കും? ഐ ഡോണ്ട് നോ.